ഷാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞക്കരവും വെള്ളയും ഒരുപോലെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ്, തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാര്യം തക്കാളിയെല്ലാം ചിലപ്പോൾ അരയാതെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി അരിച്ചിടണം, അപ്പോൾ കട്ടകളില്ലാതെ അത് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അതനുസരിച്ച് നിങ്ങളുടെ ഗോതമ്പ് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇല്ല എങ്കിലും കുഴപ്പമില്ല, ക്യാരറ്റ് ഇട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ആ സോഡാപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാ നീര് കൂടി ഇതുപോലെ ചേർക്കുമ്പോൾ അതൊന്ന് പതഞ്ഞു വരും. ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ പതയോട് കൂടി തന്നെ ഈ ബാറ്ററിനോട് ഇളക്കി ചേർക്കാം. സോഡാപ്പൊടി കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ദോശ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി ദോശ ചുടാനുള്ള പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് കനം കുറച്ച് ചുട്ടെടുക്കരുത്, അല്പം തിക്നെസ്സോട് കൂടി തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണിത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്